കേരള സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത. ഈ ദേശീയപാതയിലെ ഈ മോങ്ങം അങ്ങാടിയിലെ സ്ഥിരം കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം തേടിക്കൊണ്ടുള്ള ഒരു യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർക്കും ചീഫ് എഞ്ചിനീയർക്കൊക്കെ ഞങ്ങൾ നിവേദനം കൊടുത്തു. ഇതിന്റെ പരിസമാപ്തി കുറിക്കുന്നതുവരെ, ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതുവരെ കോൺഗ്രസ് പ്രസ്ഥാനം ഈ സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര പ്രയാസം കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒന്ന് കണ്ണു തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഒന്നുകിൽ റോഡ് വീതി കൂടണം, അതുമല്ലെങ്കിൽ ഫ്ലൈ ഓവർ വരണം, അതുമല്ലെങ്കിൽ ബൈപ്പാസ് വരണം. അവിടെയാണ് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഏത് ജനങ്ങളെയും കെട്ടിയിടുന്ന അത്രയും ഭയങ്കരമായ ഒരു ബ്ലോക്ക് കാണാനിടയാവുന്നത്. മോങ്ങത്തങ്ങാടി കൂടെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആയിട്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആംബുലൻസുകളായാലും മറ്റുള്ള വിഷയങ്ങളായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ്. കച്ചവടക്കാർക്കായാലും മറ്റുള്ള കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ട് നടത്തുന്നവര്. അതന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, കുട്ടികൾക്ക് സ്കൂൾ പോകാന്, ഇവിടെ പള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആരാധനക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ബിസിനസ്സിനൊക്കെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. മലബാറിനോട് മൊത്തത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് മൊത്തത്തിൽ ഒരു അവഗണന ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്നും ബ്ലോക്കാണ്, എപ്പോഴും ബ്ലോക്കാണ്. രാവിലെ വൈകുന്നേരം ഒക്കെ വൈകുന്നേരത്തെ കണക്കൊന്നും എപ്പോഴും ബ്ലോക്കാണ്. ഇന്നിപ്പോ ഒരു പുതിയ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് കൂടല്ലാതെ ഒട്ടും ഇനി കുറയാൻ സാധ്യതയില്ല. ബിസിനസ് നല്ല ബാധിക്കുന്നുണ്ട്, എല്ലാവർക്കും ബാധിക്കുന്ന സംഭവമാണ്. കാരണം അല്ലെങ്കിൽ പൊതുവെ ഒരു ആളുകൾക്ക് കയറാൻ പറ്റാത്ത ഷോപ്പുകൾ തോന്നുന്നില്ലേ, ഇപ്പോൾ ഫുള്ളായിട്ട് ട്രാഫിക് ജാമായി കിടക്കും. സമയം വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ തിരിച്ചിടാൻ സമയം ബ്ലോക്കിൽ നഷ്ടപ്പെടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു മേൽപ്പാൻ ഉണ്ടാക്കേണ്ട ഈ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അല്ലാതെ വഴി കാണില്ല. ആദ്യം റോഡിലേക്ക് എൻക്രോച്ച് ചെയ്ത് കഴിഞ്ഞ സാധനങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് മദ്രാസ് PWDയിലാണ് സർവേ നാളിന്റെ റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ അതിർത്തികൾ കണ്ടെത്താൻ പറ്റുള്ളൂ. വേറൊരു വഴിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മോങ്ങങ്ങാടി എന്ന് പറഞ്ഞത് ഇല്ലാതാവും. ഈ ബസ് ഇതേപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൽ കൂടെ ഈ ഒരു വണ്ടി ഇങ്ങനെ കയറി പോകാൻ കഴിയൂല. ഒന്ന് മെയിൻ ആയിട്ട് ബസ്സുകാരുടെ പ്രോബ്ലം ഒന്ന്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിന്റെ സൈഡിൽ മൊത്തം വണ്ടികൾ നിർത്തിയിട്ടാണ്. ഇതിപ്പോ ഇവിടെ ഡിവൈഡർ വരികയാണെന്നൊക്കെയാ പറയണത്. അതുകൊണ്ട് ഇപ്പൊ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ബൈപ്പാസ് വാങ്ങാനുള്ളൊരു ബൈപ്പാസ് വേണ്ടി വരുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ട് ബ്ലോക്ക് ഗതാഗത കുരുക്ക് ഒഴിവാക്കേണ്ട എല്ലാ പരിഹാര മാർഗങ്ങളും ചെയ്യാന്നുള്ളതാണ്. ഇതോടെ എല്ലാം കൂടി എല്ലാം ജംഗ്ഷൻ അല്ലേ വന്ന് കിടക്കുന്നത്. ആ ജംഗ്ഷനിൽ ഇവിടെ ഒരു പോലീസ് ട്രാഫിക് പോലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആംബുലൻസ് ഒക്കെ വന്നോട് ഇവിടെ കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നത് ഞങ്ങൾ അരമണിക്കൂറോണ്ടൊക്കെ എടുത്തോണ്ടൊക്കെ എത്തുന്ന സമയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ റോഡൊക്കെ ഒന്ന് വീതി കൂട്ടുക, അല്ലെങ്കിൽ മേൽപ്പാലം വരെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ബൈപ്പാസ് നോക്കിയാണ്. ഇവിടെ ഈ റോഡ് വീതി കിട്ടാൻ ജനങ്ങൾക്ക് സൗകര്യം, വണ്ടിക്കാർക്ക് പോകാനുള്ള സൗകര്യം ഇവിടെ വേണം. ഇവിടെ മെയിനായിട്ട് പരിഹാരം കാണണമെങ്കിൽ ഫ്ലൈ ഓവർ വേണം, വീതി കൂട്ടണമെന്ന് നിർബന്ധമാണ്. അത് മേലെ കൂടെ പാലം എന്തെങ്കിലും കയ്യാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മേൽപ്പാലം തന്നെ ഇതിനെ ഒരു മാർഗം കാണണം. ഒന്നുകിൽ ബൈപ്പാസ് വരണം, അല്ലെങ്കിൽ ഇത് വീതി കൂട്ടണം. ഒന്നെങ്കിൽ മേൽപ്പാലം, അല്ലാന്നുണ്ടെങ്കിൽ ബൈപ്പാസോ. പൊതുവെ ജനങ്ങൾക്ക് വമ്പ ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടി വീതി കൂട്ടി അല്ലെങ്കിൽ മേൽപ്പാലം ഉണ്ടാക്കുക. രണ്ട് രാജ്യങ്ങൾ ഒന്നും ബ്ലോക്കുകൾ ഒഴിവാക്കി റോഡ് വീതി കൂട്ടി ഗതാഗത കുരുക്കിൽ നിന്ന് ഈ മോങ്ങുന്ന പ്രദേശത്തെ രക്ഷിക്കണമെങ്കിൽ അല്ല മേൽപ്പാലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. കച്ചവടം നടക്കണം, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. 4 മണി 3 മണി 2 മണി ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഇത് മേൽപ്പാലം വരെ തന്നെ വേണം. റോഡ് വീതി കൂട്ടി എന്ത് മാർഗമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അതോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ ചെയ്യാറ്. നമ്മൾ വലിയ റോഡ് വലുതാക്കാനുള്ള സംവിധാനം ചെയ്യാം, അല്ല എങ്കിൽ അതിനുള്ള മാർഗം ഈ ബ്ലോക്ക് തീർന്നെങ്കിൽ ആദ്യമായിട്ട് ഒരു മുന്നിൽ പോലീസ് സ്റ്റേഷൻ മോങ്ങും. പിന്നെ രണ്ടാമത് വീട്ടിലുള്ള വണ്ടികളൊക്കെ അങ്ങാടി കൊണ്ടിട്ട് അടക്കുക. നമ്മുടെ റോഡ് സൈഡിലെ പാർക്കിംഗ് ആദ്യം ബൈപ്പാസ് ഉണ്ടാക്കുക. 2 റോഡ് വന്ന് മുട്ടിനോടത്താണ് വീതി കൊടുത്തത്, രണ്ടാമത്തൊക്കെ വീതിണ്ട്. അതാണ് വലിയ പലികൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള റോഡ് വികസനം അത്യാവശ്യമാണ്. വീതി കൂടാ, റോഡ് വീതി കൂടാന്നുള്ള പരിഹാരം റോഡ് വീതി കൂടണം. ഹൈവേക്ക് സ്ഥലം എടുത്തതുപോലെ ഇവിടെ സ്ഥലമെടുത്ത് വീതി കൂട്ടേണ്ട വളരെ അനിവാര്യമായ സ്ഥലമാണ്. അല്ലെങ്കിൽ മേൽപ്പാലം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ മോങ്ങി കേന്ദ്രീകരിച്ച് റിംഗ് റോഡ് ഉണ്ടാക്കുകയും ചെയ്യൽ. ഒരു മേൽപ്പാലം വരുന്നത് നല്ലത് തന്നെയല്ലേ. മോങ്ങത്ത് ഏത് സമയത്തും ബ്ലോക്ക് തന്നെയാണ്.
രാവിലെ വൈകുന്നേരമൊക്കെ എങ്ങോട്ടേയും പോയി വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോയി വരുമ്പോൾ രാത്രിയാവും വീട്ടിലെത്താൻ. മേപ്പാലം കൊണ്ടുവരിക, അതല്ലാത്ത വർഷം റോഡ് വീതി കൂട്ടുക. ഒന്നുകിൽ ഇത് റോഡ് വീതി കൂട്ടാനാണ് മാർഗം. അതിന് അനധികൃത കെട്ടിടങ്ങൾ ധാരാളം ഉണ്ട് മോങ്ങത്ത്. അതൊക്കെ ഒന്ന് ബാക്കിലേക്ക് മാറ്റി പഴയൊരു സർവേ ഉണ്ട്, അത് പ്രകാരം വെച്ചാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ഒരു മേൽപ്പാലം ഹിൽ ടോപ്പ് മുതൽ ഉള്ളോമ്പ്രോ വരെ, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ്, അതും അല്ലെങ്കിൽ റോഡ് വീതി കൂട്ടുക. ഒന്നും കഴിയുന്നില്ലെങ്കിൽ ഒരു 1 വേ ആക്കിയിട്ട് ഇവിടെ തീർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡിവൈഡർ, ഒരു പെർമനന്റ് ഡിവൈഡർ നൽകി ഈ പോക്കറ്റുകൾക്ക് തിരിയാവുന്ന ഒരു യൂട്ടേൺ കൊടുത്ത് വാഹനത്തെ 1 വേ ആയിട്ട് പോവുകയാണെങ്കിൽ കുറെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഗവൺമെന്റ് റോഡിന്റെ എൻക്രോച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അത് ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് നാട്ടുകാർക്കും മറ്റുള്ള ആളുകൾക്കൊന്നും ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മളെ ഗവൺമെന്റ് ഇതിന് വേണ്ടി മുന്നോട്ട് വരണം. റോഡ് വീതി കൂട്ടുകയോ ഫ്ലൈ ഓവർ വരികയോ ചെയ്താലേ ഈ ഗതാഗത കുഴപ്പത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുകയോ. ഒന്നിരിക്ക റോഡ് വീതി കൂട്ടുകയോ അല്ലെങ്കിൽ ഫ്ലൈ ഓവർ വരികയോ അല്ലാതെ റോഡിന്റെ ഈ ബ്ലോക്ക് ഗതാഗത കുരുക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല.